നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇനി അടുത്തത് വരുന്നത് എലിമിനേഷൻ ആണ്. അപ്പോൾ ഇതേവരെ ഒരു ലോങ് ജേർണി തന്നെയായിരുന്നു കണ്ടസ്റ്റൻസിൻ്റെയും ജഡ്ജസിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും. അപ്പോൾ ഇവരുടെ കണ്ടസ്റ്റൻസിൻ്റെ ഒരു ഗ്രോത്തിനെ പറ്റിയിട്ട് എന്തായാലും ജഡ്ജസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വൈ നോട്ട് ആസ്ക് നമ്മുടെ കണ്ടസ്റ്റൻസിനോട് തന്നെ ചോദിക്കാം അവർക്ക് എന്താണ് അവരുടെ ഈ ഒരു ജേർണിയെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന്. ലെറ്റ്സ് ആസ്ക് നിത്യ. ഹായ് നിത്യ. ഹായ് നിത്യ എവിടെയാണ് ഓഡിഷൻ ചെയ്തത്? ഞാൻ ഫസ്റ്റ് ഓഡിഷൻ ചെയ്തത് ബാംഗ്ലൂർ ആയിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് ഫൈനൽ ഓഡിഷൻ കൊച്ചിയിൽ ചെയ്തു. ഓക്കെ. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഇപ്പം ഇവിടം വരെ നിത്യയിൽ എന്തെങ്കിലും വ്യത്യാസം നിത്യക്ക് തോന്നുന്നുണ്ടോ സ്വയം? ശരിക്കും ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ആദ്യം ബാംഗ്ലൂർ കൊച്ചിനൊക്കെ ക്ലിയർ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻസ്ഡായിരുന്നു. ടെൻഷൻ ഇപ്പോഴും അല്ലെങ്കിലും ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ രഘുറാം സർ, ഞങ്ങളുടെ വോക്കൽ ട്രെയിനർ സർ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ശരിക്കും ഒരു പുതിയ സെറ്റിൽ ആ ഒരു ടീം ഞങ്ങളൊരു ഐസൊലേറ്റഡ് ആയിട്ടോ അങ്ങനെ ഒരു തോന്നിയിട്ടേ ഇല്ല. സർ ഞങ്ങളുടെ വളരെ ഫ്രീ ആയിരുന്നു. ഏറ്റവും സമ്മതിക്കേണ്ട ഒരു കാര്യം സാറിന്റെ പേഷ്യൻസും സിൻസിയാരിറ്റിയാണ്. പക്ഷെ ഞങ്ങൾ എത്ര ടെൻസ്ഡ് ആക്കിയാലും സാറിനൊരു പ്രശ്നമില്ല. സർ വളരെ കൂളായിട്ട് എത്ര തവണ ഫോൺ ചെയ്ത് ഞങ്ങൾ ഈ 40 കണ്ടസ്റ്റൻസും ഒരു 10 മിനിറ്റല്ല 10 പ്രാവശ്യത്തിലധികം ഒരു ദിവസം ഫോൺ ചെയ്താൽ തന്നെ ഒരു നോർമൽ പേഴ്സൺ എത്രമാത്രം ഇറിറ്റേഷൻ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. പക്ഷെ സാർ എന്ന് പറഞ്ഞാൽ അത്ര പേഷ്യൻസ്, ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും കേൾക്കാനുള്ള ഒരു എന്താ പറയുക മനസ്സുണ്ടായിരുന്നു സാറിന്. അതിനനുസരിച്ച് ഞങ്ങളോട് അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ വോക്കൽ ട്രെയിനിങ് അതും ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. മാക്സിമം എത്ര ടെൻസ്ഡ് ആയ ആൾക്കാരെയും സാറിന് ഒരു കൂളാക്കാനുള്ള ഒരു കഴിവുണ്ട്. തീർച്ചയായും ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് സാറിന്റെ കൂടെയുള്ള വോക്കൽ ട്രെയിനിങ്. ആ ഒരു എക്സ്പീരിയൻസ് ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ജഡ്ജസ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ആദ്യത്തെ സ്റ്റേജ് തൊട്ട് ഇവിടം വരെയുള്ള നിങ്ങളുടെ ജേർണിയിൽ ശരിക്കും ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു, ജഡ്ജസും. പിന്നെ ഈ പ്രോഗ്രാം കാണുന്ന പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ചില കണ്ടസ്റ്റൻസിനൊക്കെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് കുറവുണ്ടോ എന്നൊരു സംശയം തോന്നി. പക്ഷേ ഈ റൗണ്ട് പോകും തോറും എല്ലാവരും വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് എല്ലാവരിലും എന്ന് പറഞ്ഞു. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് രഘുറാം സാറിന് തന്നെ പോകണം അല്ലേ? രഘുറാം സാറിന് തന്നെയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ രഘുറാം സാറിനെ പറ്റി പറയണു, അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറയണു. പക്ഷേ രഘുറാം സാറിൻ്റെ പാട്ട് കേൾക്കാനായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട്? ശരിക്കും കേട്ടിട്ടുണ്ട്. സാറിൻ്റെ ഗസൽസ് ആണ് അപാരം. ഗസൽസ് ആണ് കേട്ട് തരിച്ചു പോകാറുണ്ട്. അപ്പം ഞങ്ങൾക്കും ഒരു അവസരം ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ഷോയില് സാർ ഒന്ന് പെർഫോം ചെയ്ത് ഞങ്ങൾക്ക് കാണണം എന്നുള്ളൊരു. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രഘുറാം സാറിന്റെ ഒരു പാട്ട് കേട്ടാലോ? തീർച്ചയായും. ഓക്കെ. അപ്പൊ ഹിയർസ് our vocal trainer ശ്രീ രഘുറാം with a beautiful ghazal. दायम पड़ा हुआ तेरे, दायम पड़ा हुआ तेरे दर पर नहीं हूँ मैं, खाके से जिंदगी पे पत्थर नहीं हूँ मैं, दायम पड़ा हुआ. यार अब समाना मुझको, यार अब 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 यार यार अब ज़माना मुझको मिटाता है किस लिए, यार अब ज़माना मुझको मिटाता
इसलिए इंसान हूँ प्याला हूँ, इंसान हूँ प्याला हूँ, सागर नहीं हूँ मैं, दायम पड़ा हुआ। क्यों गर्दिशे मदार से घबरा न जाए दिल, क्यों 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 गर्दिशे बादाम से, क्यों क्यों गर्दिशे बादाम से घबरा न जाए दिल, क्यों गर्दिशे बादाम से नी धनी मदनी मनि द बगा म बगा मगर धनी धनी सगा मा, क्यों गर्दिशे सगा मदा मद मगा सगा मदनी धनी द बगा ग मद ग द मगा मगरि धनी 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 ग मा, क्यों गर्दिशे बादाम से घबरा न जाए दिल, इंसान हूँ प्याला हूँ, इंसान हूँ प्याला हूँ, सागर नहीं हूँ मैं, दायम पड़ा हुआ तेरे दर पर नहीं हूँ मैं, दायम पड़ा हुआ। അങ്ങനെ 2 Crore Apple മെഗാസ്റ്റാർസിന്റെ മറ്റൊരു സെഗ്മെന്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ അടുത്തത് എലിമിനേഷൻ ആണ്. നമ്മുടെ ഈ 32 കണ്ടസ്റ്റൻസിൽ നിന്നും ഏതാനും ചില കണ്ടസ്റ്റൻസിന് ഗുഡ് ബൈ പറയാനുള്ള സമയമാകുന്നു. ഓൺ ബേസിസ് ഓഫ് യുവർ വോട്ട്സ് ആൻഡ് ഓൺ ബേസിസ് ഓഫ് അവർ ജഡ്ജസ് ഡിസിഷൻ. അപ്പോൾ അതാരായിരിക്കും എന്നറിയാൻ ഇവിടെ ഭയങ്കര ടെൻഷൻ ഉണ്ട്. ഐ എം ഷുവർ ഓൾ ഓഫ് യു ആർ ടെൻസ് ടു. അപ്പോൾ ഡു വാച്ച് ഔട്ട് ഫോർ ആ എലിമിനേഷൻ എപ്പിസോഡ്സ്. 2 എപ്പിസോഡ് മെയിൽ കണ്ടസ്റ്റൻസിൻ്റെ എലിമിനേഷനും ഫീമെയിൽ കണ്ടസ്റ്റൻസിൻ്റെ എലിമിനേഷനും. Do watch out for them. So till I meet you next time, take care and good night.